നമ്മൾ കണ്ണു തുറന്ന് ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ മതി. ഞാൻ ഈ കന്യാസ്ത്രീകളുടെ ഒരു പ്രതിസന്ധിയായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിൽ പോയി. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡും രാജസ്ഥാനും ഒക്കെ മത്സരിച്ച് മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ വിശ്വാസി ഒരു ഹിന്ദുവിനോ ഒരു മുസ്ലിമിനോ വാട്സപ്പിൽ ഹാപ്പി ക്രിസ്മസ് നേർന്നാൽ ആ വ്യക്തിയെ നിങ്ങൾ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണയായിട്ട് വേണമെങ്കിൽ ആ മെസ്സേജിനെ വ്യാഖ്യാനിച്ച് 14 വർഷം ജയിലിലിടാൻ പറ്റും. അസാമിൽ കഴിഞ്ഞ ദിവസം നിയമം ഉണ്ടായി. ഇന്റർഫെയ്ത്ത് ട്രാൻസാക്ഷൻസ് നിരോധിച്ചു. അതായത് ഒരു മുസ്ലിമിന് ഒരു ഹിന്ദുവിന്റെ സ്ഥലം മേടിക്കാൻ പറ്റില്ല. കേരളത്തിലെങ്ങാൻ അങ്ങനെ ഒരു സാഹചര്യം സംജാതമായി കഴിഞ്ഞാൽ ഒരു ദുരന്തമായിരിക്കും. നോക്കുക എങ്ങനെയാണ് ഇന്ത്യയുടെ ഭൂമിക മാറിക്കൊണ്ടിരിക്കുന്നത്. അത് സംസ്കാരത്തിൽ മാത്രമല്ല സാമൂഹ്യ തലത്തിലുമൊക്കെ. ഞാൻ ആലോചിച്ച സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ എൻജോയ് യൂണിയൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇതുപോലുള്ള ഒത്തുചേരലുകളിൽ കാമ്പും കടമ്പുമുള്ള വിഷയങ്ങൾ എടുത്ത് അപഗ്രഥിക്കുമ്പോൾ അത് വലിയൊരു പ്രതിരോധമായി മാറും. മാത്രമല്ല ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മലയാളി എന്ന് പറയുന്നത് അമർത്യാസന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിന്റെ നെറുകയിൽ സ്ഥാനം പിടിക്കുന്ന ഒരു ജീവിയാണ്. ഒരുപാട് വൈരുദ്ധ്യങ്ങളെയും മുറിച്ചു കടന്ന് സമാനതകളുടെ വലിയ വലിയ കോട്ടക്കൊത്തളങ്ങൾ സൃഷ്ടിച്ചവരാണ്. ഇവിടെ ഇപ്പം നമ്മൾ 3 വിഭാഗങ്ങൾ പ്രധാനമായിട്ടുണ്ടെങ്കിൽ പോലും അവരെ ഒന്നും വേർതിരിച്ച് കാണാൻ ആരും തയ്യാറാകുന്നില്ല. ഒരു പെരുന്നാളിന്റെ സമയത്ത് ഇപ്പുറത്തെ മതിൽ കടന്ന് ബിരിയാണി എത്തും. ക്രിസ്മസിന്റെ സമയത്ത് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് കേക്ക് പോകും. ഓണത്തിന്റെ സമയത്തും വിഷുവിന്റെ സമയത്തും ഒക്കെ പായസം. ഇതൊക്കെ ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ഇവിടെ കൊടുക്കുന്നവരുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ കേട്ടാ. ഉണ്ടല്ലോ അല്ലേ? ഉണ്ടോ? എത്ര പേർക്ക് പായസം കൊടുത്തിട്ടുണ്ട് ചേച്ചി? സെക്കൻഡ് റോയിൽ ഇരിക്കുന്നു 3 പേർക്ക്. അത് വീട്ടിലുള്ളവരൊക്കെ ആയിരിക്കും. ആ 3 വീട് സോറി കേട്ടോ. ഇതാണ് നമ്മുടെ സംസ്കാരം. പേര് ഞാൻ ചോദിച്ചില്ല കേട്ടോ. എന്താ പേര്? സീറ്റ. ഇതുപോലെ തന്നെ ആയിരിക്കണം. ഈ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഈ 3 എന്നുള്ളത് ഒരു 30 വീടായിട്ട് മാറണം. സമ്മതിച്ചോ? സമ്മതിച്ചു. അതിന്റെ പൈസയും കൂടി അടുത്ത് മേടിക്കും. അതിന് വേണ്ട. എന്തായാലും ഈ ഒരു ഒത്തുചേരല് കേരളം എന്നുള്ള ഒരു ഭൂമികയുടെ പ്രതിരോധത്തിന്റെ